ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നോ പുഡിംഗ് ആണ്. പേര് പോലെ തന്നെ ഈ ഒരു പുഡിംഗ് നല്ല മഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് വായിലിട്ട ഉടനെ തന്നെ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പാണ്. നല്ല എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനും. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു കട്ടിയുള്ള സോസ് പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് ഉരുകി വരട്ടെ. പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കുക. എന്നിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നാൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ശേഷം ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരമൽ നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഡാർക്ക് ആവാൻ നിൽക്കണ്ട, ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മോൾഡാണ് എടുത്തത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 4 കോഴിമുട്ടയാണ്. 3 എണ്ണായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് മുട്ടയുടെ വെള്ള മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 മുട്ടയുടെയും വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ മുട്ട ഒഴിക്കുന്ന സമയത്ത് ഒഴിക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. മുട്ട നല്ല ക്രീം രൂപത്തിൽ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീം രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാരമലിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്രീം രൂപത്തിലുള്ള മുട്ടയുടെ വെള്ള എല്ലാം ഇതിലേക്ക് മാറ്റിയതിന് ശേഷം മുകളിൽ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മുകളിൽ കത്തി വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 25 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നല്ല പൊങ്ങി വന്ന് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ശേഷം തണുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ശരിക്കും നല്ല മഞ്ഞ് പോലെ തന്നെയാണ് ഈ ഒരു പുഡിംഗ് ഉള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല സോഫ്റ്റ് ആണെങ്കിലും കട്ട് ചെയ്യാനൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു പുഡിങ് കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ വായിലിട്ടാൽ അലിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. നമ്മുടെ പഞ്ഞിമിഠായിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ഒക്കെയാണ് ഈ ഒരു പുഡിങ്ങിനുള്ളത്. പിന്നെ കുറച്ച് വനില എസൻസ് ചേർക്കുകയാണെങ്കിൽ ഒരു വനിലയുടെ ഫ്ലേവർ വരും. മുട്ടയുടെ ആ ഒരു പ്രത്യേകിച്ച് മുട്ടയുടെ ഒരു ചുവ ഇതിന് വരികയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.